കോഴിക്കോട്ട് നിന്നുള്ള ഒരു വാർത്തയാണ്. VM വിനു, സംവിധായകൻ VM വിനുവിനെ അവിടെ കോർപ്പറേഷൻ്റെ UDFൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. ഇവിടെയും പ്രശ്നം മറിച്ചല്ല, ഈ സ്ഥാനാർത്ഥിയുടെ പേര് വോട്ടർ പട്ടികയിലില്ല. പുതിയ പട്ടിക വന്നപ്പോഴാണ് പേരില്ലാത്ത കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. VM വിനു കല്ലായിൽ വാർഡിൽ പ്രചരണം ആരംഭിച്ചതിന് ശേഷമാണ് ഈ പുതിയ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ളൊരു പ്രശ്നം ഇപ്പോൾ അവിടെ തല ഉയർത്തിയിരിക്കുന്നത്. ലതീഷ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. ലതീഷ്, VM വിനുവിനെ മേയർ സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു ഹൈപ്പ് അവിടെ നൽകാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് അവിടെ വോട്ടില്ല എന്നാണോ? ഷമ്മി സിന്ദൂരി, VM വിനുവും സംവിധായകൻ VM വിനുവും UDFന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുകയും, അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുകയും UDFന്റെ കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള രീതിയിൽ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണമാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചത്. കല്ലായി വാർഡിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുമെന്നും അദ്ദേഹം അതിനായി പ്രചാരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴാണ് ഇവർ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത കാര്യം ശ്രദ്ധയിൽപ്പെടുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വം അനൌദ്യോഗികമായി പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വം സമ്മതിക്കുന്നുണ്ട്. അത് ഈ നോമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോഴാണ് ഇവരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. UDFന്റെ ജില്ലാ നേതൃത്വം കോഴിക്കോട് DCCയിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അവർ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണം നൽകും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നിലവിലെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിന് മത്സരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ നിയമപ്രശ്നം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വോട്ടർ പട്ടിക പരിശോധിക്കാതെയാണ് മേയർ സ്ഥാനാർത്ഥിയായി VM വിനുവിനെ ഉയർത്തി കാണിച്ചത് എന്ന് വേണം നമുക്ക് പ്രാഥമികമായി വിലയിരുത്താൻ. എന്തായാലും കോൺഗ്രസിന്റെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ എന്താണ് എന്നുള്ളത് വൈകാതെ അറിയാൻ കഴിയും. സമി.